നമുക്ക് അല്പസമയത്തിനുള്ളിൽ മെഡിക്കൽ ബുള്ളറ്റിനിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. പ്രിയപ്പെട്ടവരെ, ഇടുക്കിയിലേക്കൊന്ന് പോയാൽ ഇടുക്കിയിൽ മുള്ളരിങ്ങാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാവുകയാണ്. ചുള്ളിക്കണ്ടം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടക്കുകയാണ്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിൽ കൊല്ലപ്പെട്ട അമറിന്റെ മൃതദേഹം ഖബറടക്കി വണ്ണപ്പുറം പഞ്ചായത്തിൽ ഹർത്താൽ പുരോഗമിക്കുകയാണ്. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഇപ്പോൾ ഖബറടക്കത്തിന് ശേഷം പ്രതിഷേധ മാർച്ച് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഓഫീസിലേക്ക്, കാര്യാലയത്തിലേക്ക് വരികയാണ്. ഈ ഖബറടക്കം നടക്കുന്ന സമയത്തൊന്നും കാര്യമായി അവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ കഴിഞ്ഞതുമില്ല. ചുള്ളിക്കണ്ടം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്കാണോ മാർച്ച്? ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുണ്ടതിൽ. ജനകീയ പ്രതിഷേധമാണ്. ഇവിടെ ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കാനുള്ള അവന് നൽകുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ ഇപ്പോൾ ഇത് അരുൺകുമാർ, അമർ ഇലാഹിയുടെ സംസ്കാര ചടങ്ങിന് ശേഷം അവിടെ കൂടിയ ജനങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. മുമ്പിൽ നിന്നും ഈ ഫോറസ്റ്റ് ഓഫീസിലേക്ക്, തൊട്ടടുത്ത് ഏതാണ്ട് ഒരു 300 മീറ്റർ അകലെയുള്ള ഫോറസ്റ്റ് ഓഫീസിലേക്ക്, ചുള്ളിക്കണ്ടം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചുമായി വരികയാണ്. എന്തായാലും ഇതിൽ നേതൃത്വം നൽകുന്നത് വിവിധ, അതോടൊപ്പം തന്നെ കോതമംഗലം MLA ആന്റണി ജോൺ, വലിയൊരു ആൾക്കൂട്ടത്തിൽ നിൽക്കുന്നത് വലിയൊരു ജനവിഭാഗം അവിടെയുണ്ട്. തീർച്ചയായിട്ടും ആ പ്രതിഷേധം, നാട്ടുകാരുടെ ആശങ്കകൾ അവർ പങ്കുവയ്ക്കുകയാണ്. ചെറിയൊരു ശബ്ദ സാങ്കേതിക തടസ്സമുണ്ട്, നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. നമുക്ക് കേൾക്കാം. അർജുൻ മട്ടന്നൂർ, തുടരാം. എത്ര രൂപ വേണമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അർജുൻ മട്ടന്നൂർ തുടരാവുന്നതാണ്. ചെറിയൊരു സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നു. വലിയൊരു ആൾക്കൂട്ടം അർജുൻ മട്ടന്നൂരിന്റെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ പ്രതിഷേധങ്ങൾ, യഥാർത്ഥത്തിൽ അവരുടെ ആവശ്യങ്ങൾ തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ്. നേരത്തെ റോഷിപാൽ മന്ത്രി വരുമ്പോഴും അവരെ ആവശ്യങ്ങൾ അവരോട് പറയുന്നുണ്ടായിരുന്നു. സമാന ആവശ്യങ്ങൾ തന്നെയല്ലേ അവരിപ്പോഴും ഉന്നയിക്കുന്നത്. കണ്ടുകൊണ്ട് തന്നെ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് ഇവിടെ ജനപ്രതിനിധികളോടുകൂടി സഹകരിക്കാൻ വനം വകുപ്പിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടി തയ്യാറാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്, സമാനമായ ആവശ്യങ്ങൾ തന്നെയാണ് ഈ ജനങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് ഇനിയൊരു അമർ ഇവിടെ ഉണ്ടാകരുത്, ഇത്തരത്തിലുള്ള ഒരു കാട്ടാന ആക്രമണമോ മനുഷ്യന് നേരെയുള്ള ആക്രമണം ഈ ഭാഗത്ത് ഉണ്ടാകരുത് എന്ന് ഇവർ ആവർത്തിച്ചു പറയുന്നു. ഇതിന് വനംവകുപ്പ് കൃത്യമായ നടപടിയെടുക്കണം. ഈ ഫെൻസിംഗ് അടക്കം കൃത്യമായി പൂർത്തിയാക്കണം. നിലവിലുള്ള ഫെൻസിംഗ് ഈ നാട്ടുകാർ തന്നെ ധനസമാഹരണം നടത്തി അവർ തന്നെ നിർമ്മിച്ച ഒരു ഫെൻസിംഗ് ആണ്. അതിന്റെ പണി പൂർത്തിയായിട്ടുമില്ല. എന്തായാലും ഈ കാട്ടാനകൾക്ക് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള കൃത്യമായ സംവിധാനങ്ങൾ ഇവിടെ വേണം. അതിന് ട്രെഞ്ച് നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അത്തരത്തിൽ ട്രെഞ്ച് തീർച്ചയായിട്ടും അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. മുള്ളരിങ്ങാട്ടിൽ പ്രതിഷേധം ശക്തമാണ്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ സെക്ഷൻ ഓഫീസിൽ, ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.